തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കൽ. ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 15 വർഷത്തെ നികുതിയായി നിലവിൽ ഈടാക്കി വരുന്നത് 15% നികുതിയാണ്. വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും. അതായത് 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴത്തെ പറയുന്നവരും പുനർനിശ്ചയിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സ്റ്റേറ്റ് GST. സർ, 50,000 രൂപയിൽ താഴെയുള്ള 20,000-ഓളം ചെറുകിട അരിയറകൾ ഒഴിവാക്കിയും ഖജനാവിലേക്ക് മുൻ ആംനസ്റ്റിയേക്കാൾ അധികം തുക ലഭ്യമാക്കിയും ആംനസ്റ്റി 2024 ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും കേരള വ്യാപാരി സമൂഹത്തിന് പൊതുവെയും പുതിയ ഉണർവ് നൽകി. എന്നാൽ ആംനസ്റ്റി 24-ൻ്റെ ഉയർന്ന സ്ലാബിലുണ്ടായിരുന്ന ഇളവിൻ്റെ നിരക്ക് കൂടുതൽ ആകർഷമാക്കണമെന്ന ആവശ്യം വ്യാപാര സമൂഹത്തിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ അതേ മാതൃകയിൽ ജനറൽ ആംനസ്റ്റി 2025 എന്ന പുതിയ ആംനസ്റ്റി പദ്ധതി 3 മാസത്തേക്ക് നൽകുന്നു. ഇത്തവണ ഏറ്റവും ഉയർന്ന സ്ലാബിലെ വ്യവഹാരമുള്ള അരിയറുകൾക്ക് അടയ്ക്കേണ്ട തുക 70% എന്നത് 50% ആക്കിയും വ്യവഹാരമില്ലാത്ത അരിയറുകൾക്ക് 80% എന്നുള്ളത് 60% ആക്കിയും മാറ്റിവരുന്നു. സർ, ബാർ ഹോട്ടലുകൾക്ക് 2005, 2006 മുതൽ 2017, 18 വരെയുള്ള കുടിശ്ശികൾ തീർക്കാനായി 2019 ബജറ്റിൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചിരുന്നു. 2020 ബജറ്റിലും സമാനമായ ആംനസ്റ്റി ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി കൊണ്ടുവന്ന 21 ആംനസ്റ്റിയിൽ ചേരുന്നതിന് കോവിഡും അനുബന്ധ കാരണങ്ങളും സാധ്യമായില്ല എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ആയതിനാൽ കോവിഡ് കാലഘട്ടം തുടങ്ങുന്ന 2020-21 വർഷം വരെയുള്ള ബാർ ഹോട്ടലുകളുടെ എല്ലാ കുടിശ്ശികളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഇളവുകളുടെ തുടർച്ച എന്നതിൽ പൂർണ്ണമായി നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിലേക്ക് 3 മാസത്തേക്ക് കൂടി സമയം നൽകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭാഗം നടത്താൻ 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ GST കൗൺസിൽ തന്നെ 2019-20 കാലഘട്ടം വരെയുള്ള GST നോട്ടീസുകൾ പിഴയും പലിശയും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2021 ജൂലൈ വരെയുള്ള ഫ്ലഡ് സെസ് ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പിഴയും പലിശയുമില്ലാതെ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിക്കുന്നു. സർ, 2022 ഡിസംബർ മുതൽ ഡിസ്റ്റിലറിയുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ 2022 ജൂൺ മുതൽ 22 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിൻ്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട്. ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയർ സെറ്റിൽമെൻറ്റ് സ്കീം 2025 പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഇക്കാലയളവിലെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ പിഴ, പലിശ എന്നിവ ഒഴിവാക്കും. സർ, കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടിപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും. സർ, GST കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന 2025 യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി 2017 സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും. രജിസ്ട്രേഷൻ. സർ, സഹകരണ ബാങ്കുകൾ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ്. നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും 100 രൂപ ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ നിരക്ക് പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി 2 ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 100 രൂപയും 2 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപയുള്ള ഗഹാൻ റിലീസുകൾക്ക് 200 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 300 രൂപയും 20 ലക്ഷത്തിന് മുകളിൽ 30 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 400 രൂപയും 30 ലക്ഷത്തിന് മുകളിലുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 500 രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഗഹാൻ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാവുന്നതാണ്. ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം 15 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു.